കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കൽപ്പാന്തത്തിലുമുജ്വലിച്ചു വിളയാടിയിടും മഹാമായയായി കൽപ്പിക്കപ്പെടുമംബികേ ഭവരുജാതാപത്തിനാലാർത്തനായി. കെൽപ്പില്ലാതെ കിടപ്പു ഞാൻ തവ പദം സേവിച്ചു സംതൃപ്തനായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം പ്രഥമാധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദക്ഷപുത്രന്മാരെല്ലാം നാരദൻ പറഞ്ഞത് കേട്ട് ഭൂമിയുടെ വിസ്തൃതി അളക്കാനായി പല ദിക്കുകളിലേക്കും പോയി എന്ന് കേട്ട അച്ഛനായിട്ടുള്ള ദക്ഷൻ കോപിച്ചു, നാരദനെ ശപിച്ചു എന്ന് പറഞ്ഞാണ് ഇന്നലെ നിർത്തിയത്. ദക്ഷൻ ശപിക്കുകയാണ്. പാപേനാനേന ദുർബുദ്ധേ ഗർഭവാസം വ്രജേതി ച പുത്രോ മേ ഭവകാമം ത്വം യദോ മേ ഭ്രംശിതാ സുതാ. എൻ്റെ പുത്രന്മാരെയൊക്കെ നാനാഭാഗത്തിൽ അലയാൻ വിട്ട് നീ നശിപ്പിച്ചത് കാരണം കൊണ്ട് നീയും നശിക്കണം, നീയും നശിക്കട്ടെ. ഹേ ദുർബുദ്ധേ എന്നാണ് പറയണത്. ഈ പാപം കൊണ്ട് നിനക്ക് ഗർഭവാസം അനുഭവിക്കേണ്ടി വരും. എൻ്റെ പുത്രന്മാരെ നീ വഴിതെറ്റിച്ചതിനാൽ നീ എൻ്റെ പുത്രനായിട്ട് ഭവിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ് ഇവിടെയും ശ്രീമദ് ഭാഗവത പുരാണത്തിലും പറഞ്ഞ കഥകളിൽ വ്യത്യാസമുണ്ട്. അവിടെ ഇങ്ങനെയല്ല, ദക്ഷൻ ശപിക്കണു എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട് വ്യാസൻ, ഭാഗവതത്തിലെ ശ്രീശുകൻ. ഒരു സ്ഥലത്തും നിനക്ക് നിൽക്കാൻ കഴിയാതെ ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ള ശാപം നാരദന് കൊടുത്തു എന്നാണ് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഗർഭവാസം അനുഭവിക്കേണ്ടി വരട്ടെ, എൻ്റെ തന്നെ പുത്രനായി നീ ഭവിക്കട്ടെ എന്നുള്ള ശാപമാണ് ദക്ഷൻ കൊടുത്തത് എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയണത്. എന്തായാലും ഇങ്ങനെ ശപിക്കപ്പെട്ട നാരദൻ വീരണിയിൽ വീണ്ടും ജനിച്ചു. ദക്ഷൻ വീരണിയിൽ വീണ്ടും 60 കന്യകമാരെ ജനിപ്പിച്ചു എന്നുള്ളതും വളരെ പ്രസിദ്ധമാണ് എന്ന് പറയാണ്. അത് ഭാഗവതത്തിലും അപ്രകാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 60 കന്യകമാരെ ദക്ഷൻ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരമധാർമ്മികനായിട്ടുള്ള ദക്ഷൻ പുത്രശോകത്തിൽ നിന്ന് നിർമുക്തനായി. ആ കന്യകമാരിൽ 13 പേരെ മഹാത്മാവായ കശ്യപനെ വിവാഹം ചെയ്തു കൊടുത്തു. 10 കന്യകമാരെ ധർമ്മന്, 27 കന്യകമാരെ സോമന്, 2 പേരെ ഭൃഗുവിന്, 4 പേരെ അരിഷ്ടനേമിക്ക്, 2 പേരെ അംഗീരസിന്, 2 പേരെ കൃതാശ്വന് കൊടുത്തു. അവരുടെയെല്ലാം പുത്രപൗത്രന്മാരായിട്ട് ദേവദാനവന്മാർ ജനിച്ചു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഭാഗവതത്തിലും ഈ ഭാഗത്തിലുള്ള കഥകളൊക്കെ ഇവിടെ പറയുന്നത് മാതിരി തന്നെയാണ്. 60 കന്യകമാരുണ്ടായി എന്നും അവരെ ആർക്കാർക്ക് എത്ര കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നും പിന്നീട് അവരിൽ നിന്നുമാണ് ഇന്ന് കാണുന്നതായിട്ടുള്ള സകല സൃഷ്ടികളും, പ്രാണികളുടെ എല്ലാ ജീവരാശികളുടെ സൃഷ്ടികളും ഉണ്ടായിട്ടുള്ളത് എന്നുമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും. പുത്രന്മാരുടെ കഥകൾ വരുന്ന സമയത്തും നാരദൻ്റെ ശാപം വരുന്ന സമയത്തും മാത്രമാണ് കുറച്ച് വ്യത്യാസമായിട്ട് ദേവി ഭാഗവതത്തിൽ കാണുന്നത്. പുത്രിമാരുടെ കഥ ഈ പറഞ്ഞത് തന്നെയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും. ജാത ബലസമായുക്ത
പരസ്പരവിരോധകാः രാഗദ്വേഷാന്വിതാ സർവേ പരസ്പരവിരോധിന സർവേ മോഹാവൃതാഃ ശൂരാ ഋഭവന്നതിമായിന. അവരെ ദേവദാനവന്മാരും മറ്റുമെല്ലാം ജനിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അവരെ ശക്തന്മാരും പരസ്പരം സ്പർദ്ധാലുക്കളും രാഗദ്വേഷാദി ഭാവങ്ങളുള്ളവരും പരസ്പരം ശത്രുക്കളുള്ളവരും മോഹാധീനരും ശൂരന്മാരും വലിയ മായാവിദഗ്ധന്മാരുമൊക്കെ ആയിത്തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 1-ാമത്തെ അധ്യായം സപ്തമസ്കന്ധത്തിൽ പരിസമാപിക്കുന്നു. ഭാഗവതത്തിൽ കുറച്ചൊക്കെ ദീർഘമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ആരൊക്കെ ജനിച്ചു എന്ന് പറഞ്ഞിട്ടും അവരുടെ ചില കഥകളെയെല്ലാം അവിടെ വിസ്തരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇത്രയും പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. പക്ഷേ സോമവംശ കഥകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും വിസ്തരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. തുടർന്നുള്ള അധ്യായങ്ങളിൽ നാളെ മുതലുള്ള ദ്വിതീയ അധ്യായത്തിൽ നമുക്ക് അതിനെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദേവീ ശരണം അമ്മേ.